ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ. ഈ പിസ്സ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മൈദയിൽ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ചേർത്ത് കുഴച്ച് വെച്ച് കുറച്ച് നേരം പൊങ്ങാൻ വെച്ചതിന് ശേഷം പരത്തിയിട്ടാണ് നമ്മളുടെ പിസ്സയ്ക്കുള്ള ബേസ് തയ്യാറാക്കാറ്. ഇന്ന് ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി ഇൻസ്റ്റൻ്റായി തന്നെ തയ്യാറാക്കുന്ന ഒരു ബേസ് വെച്ചിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിസ്സയ്ക്കുള്ള ബേസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാത്തവർ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം എടുത്താലും മതി. അരിച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ കോഴിമുട്ടയും പാലും ഒഴിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു 1/2 കപ്പ് എടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറിയ രീതിയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, എന്നാൽ ഫുൾ കുക്കായിട്ടില്ല. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ടോപ്പിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം തീ ഓണാക്കിയാൽ മതി. ഇനി ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചീസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് മുകളിലായി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സോയ ചങ്ക് ഫ്രൈ ചെയ്തതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കുരു കളഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായി കുറച്ച് ചീസും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായി ഇതിൻ്റെ മുകളിൽ നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലുള്ളവർക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സയുടെ ടോപ്പിങ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വളരെ ചെറിയ തീയിൽ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന പാൻകേക്ക് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ മുറിച്ച് നോക്കാം. ചീസൊക്കെ നന്നായി മെൽറ്റായി നന്നായി വലിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായ നമ്മുടെ പാൻകേക്ക് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു സിമ്പിൾ പിസ്സ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.